നമുക്കറിയാം, ഇവിടെ പലതരം കേസുകളും കാര്യങ്ങളും ഇപ്പോൾ സമുദായത്തിൽ അല്ലെങ്കിൽ സമുദായത്തിനെതിരെയും രൂപതയ്ക്കെതിരെയും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി KSSൻ്റെ മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ കൈപ്പുഴയുടെ KCCയുടെ പ്രസിഡൻറ്റുമായ ഷിബി പഴയമ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമുദായത്തിലെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതി ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിത്തിരുന്നാൾ ആഘോഷത്തിൻ്റെ നോയമ്പ് തുടക്കം കുറിക്കുന്നു. KSSനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുണ്ട്. ഇന്നത്തെ ഈ എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം എന്ത് ദിവസമാണ്? ഡ്രൈ ഡേയാണ്. പണ്ട് ഇവിടെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ KSS എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള കുറേ പേര് കാശൊക്കെ കൊടുത്ത് കള്ളൊക്കെ കൊടുത്ത് മീറ്റിങ്ങിന് വരുത്തുന്നതാണ്. അവിടെ ഇത്രയും വലിയൊരു ചലഞ്ച് ഏറ്റെടുത്ത നമ്മുടെ എക്സിക്യൂട്ടീവിനാകട്ടെ ഇന്നത്തെ കൈയടി. പ്രിയപ്പെട്ടവരെ, എൻ്റെ സമുദായം എൻ്റെ അവകാശം. ഒരു പ്രലോഭനത്തിനുള്ളിലും നിന്നുകൊണ്ട് സ്നേഹിക്കേണ്ടതല്ല നമ്മുടെ സമുദായം, മറിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രതികൂലമായ എല്ലാ കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നത്. ബേബി സാറ് പറഞ്ഞതുപോലെ സാറിനെ പോലെ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ മുൻപന്തിയിൽ നിന്നവർക്ക് അല്പമൊക്കെ പ്രതീക്ഷ പിന്നോട്ട് പോയി. കേസുകളിലൊന്നും മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നില്ല, ആളുകളുടെ പിന്തുണ ഉണ്ടാകുന്നില്ല. എന്നാൽ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുന്നത്, അതിലേറെ സന്തോഷം എനിക്കുണ്ട്. കാരണം 2008-2018 കാലഘട്ടത്തിൽ KSSൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന പലരുടെയും മുഖങ്ങൾ ഈ കൂടുതലുണ്ട്. കാരണം നമുക്കിടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതാരുണ്ടാക്കി? ഈ അച്ഛനും മെത്രാന്മാരും ഉണ്ടാക്കി. മുളക്കാട് മെത്രാൻ ഒരു 2.5 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, പണ്ട് നിങ്ങളെയൊക്കെ പുറകെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ വലിയ ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ മറുപടി പറഞ്ഞു, പിതാവേ അങ്ങ് തന്നെയാണല്ലോ, അല്ലെങ്കിൽ മെത്രാൻ തന്നെയാണല്ലോ പുറകിലുള്ള ആൾക്കാർ തമ്മിലടുപ്പിക്കുന്നേ, അപ്പോൾ പിന്നെ ആളുകളുടെ എണ്ണം കുറയുമല്ലോ, അതൊക്കെ സ്വാഭാവികമാണല്ലോ. എന്നോട് പറഞ്ഞ വിഷയം മാറിപ്പോകുന്നില്ല, കേസുകളെക്കുറിച്ചാണ്. നമുക്കറിയാം എന്തിനാണ് നമ്മൾ കേസുകൾ കൊടുക്കുന്നത്. മാന്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചകൾ നടത്തി നിവേദനങ്ങൾ കൊടുത്ത് സമരങ്ങൾ നടത്തി ഇതിലൊന്നും നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടാതെ വരുമ്പോഴാണ് കേസുകളിലേക്ക് പോകുന്നത്. ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം രൂപതയിലെ തലപ്പള്ളി എന്ന് പറയുന്ന കടുത്തുരുത്തി പള്ളി മേജറാക്കി എപ്പിസ്കോപ്പൽ പദവിയായിട്ട് ഉയർത്തുന്നതിനെ സംബന്ധിച്ചുള്ള കൽപ്പനകളും പ്രസ്താവനകളും വന്നപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി തരുവാൻ കഴിയാതിരുന്ന അവസ്ഥയിലാണ് കേരള കത്തോലിക്ക സഭയിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കേസ് കോട്ടയം അതിരൂപത മെത്രാനെതിരെ അല്ലെങ്കിൽ സീറോ മലബാർ സിനഡിനെതിരെ മെത്രാപ്പൊലിത്തക്കെതിരെ കൊടുക്കേണ്ടി വന്നത്. ഏകദേശം 3 വർഷക്കാലത്തോളം ഈ ഒരു കേസിനെ സ്റ്റേയിലൂടെ നിലനിർത്തുവാൻ സാധിച്ചു. വീണ്ടും ഞാൻ കടുത്തുരുത്തിക്കാരെ ഒന്നും കുറ്റം പറയുന്നില്ല. കാരണം കടുത്തുരുത്തിയുടെ മണ്ണിൽ അന്ന് KCCയുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ബഹുമാനപ്പെട്ട വികാരി ജനറൽ പറയുകയാണ്, നിങ്ങളുടെ മുത്തിയമ്മയുടെ നാടിനെ കളങ്കപ്പെടുത്തിയവൻ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ഞാനവിടെ ഉണ്ടായിരുന്നു. ഇവനെ വേണമെങ്കിൽ കായികമായിട്ട് വേണമെങ്കിലും കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞത്, അതൊക്കെ കേട്ടവരൊക്കെ ഒരു സ്റ്റേജിലുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയൊന്നും നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യത്തില്ല. പേടിച്ചാൽ എവിടെ പോയി ഒളിക്കും ജ്ഞാനായക്കാർ? ആരെയും പേടിച്ചിട്ട് ഒഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കാറ്റിനെയും കടലിനെയും നേരിട്ടുകൊണ്ട് ജ്ഞാനായ സമുദായം അന്ന് നമ്മുടെ തലമുറ പിന്തുടർന്നു വന്ന ആ പൈതൃകത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ദൈവാനുഗ്രഹത്താൽ അന്ന് കൊടുത്ത കേസ് 3 വർഷക്കാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോയി, തീരുമാനങ്ങളാകുന്നില്ല. വീണ്ടും സീറോ മലബാറിനെതിരെ ഒരു സമൃദ്ധമായ അല്ലെങ്കിൽ സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് അവർ തന്നെ നമ്മുടെ ഈ പദവി ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ട അവസ്ഥയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം KSSൻ്റെ നേതൃത്വത്തിൽ കോട്ടയം രൂപത അധ്യക്ഷന് ജ്ഞാനായ സമുദായത്തിന് മേൽ നിലനിർത്തേണ്ട ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സിവിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ തീരുമാനങ്ങൾ ഇനിയും കോടതിയിലേക്ക് വാദമുഖങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ, അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം 302 എന്ന് പറയുന്ന സർക്കുലർ പ്രവാസികളായ ജ്ഞാനായക്കാരുടെ അംഗത്വത്തെ സംബന്ധിച്ച് അതിനെതിരെ ആദ്യം തന്നെ KSS കേസ് കൊടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ KCCN എന്ന് പറയുന്ന സംഘടനയ്ക്ക് സ്റ്റേ ഓർഡർ കിട്ടി. അതുപോലെ തന്നെ പ്രവാസി സംഘടനകൾ അവർക്ക് സ്റ്റേ ഓർഡർ കിട്ടി. 265 എന്ന് പറയുന്ന കേസ് അത് നിലവിൽ സ്റ്റേ ഓർഡർ ഉണ്ട്. നമ്മുടെ കേസുകളെല്ലാം ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പാസ്റ്റർ കൗൺസിലിൽ ലിസ്റ്റ് കിട്ടി 2.5 കോടി രൂപയോളം കേസിന് വേണ്ടി മാറ്റിവെച്ചെന്ന് പറയുന്നത്. KSS പോലെ 1 ലക്ഷം രൂപ പോലും സാമ്പത്തികമായിട്ട് ഫണ്ടില്ലാത്തൊരു സംഘടന ഈ 2.5 കോടി രൂപയായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്കന്നും ഇന്നും തങ്ങും തണലുമായിട്ട് ന്യായത്വമായി ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ കേസുകളിലും ശക്തമായ നിലപാടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നവീകരണ സമിതി കേസ് നമുക്കറിയാം,
കോട്ടയം രൂപത അംഗങ്ങളെ സ്വന്തം സമുദായത്തെ വഴിയിലുപേക്ഷിച്ച് തനിക്ക് ലഭിക്കാവുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പോയവർ അതിരൂപതയ്ക്കെതിരെയും സമുദായത്തിനെതിരെയും കൊടുത്ത കേസ്, ആ കേസുകളെ നമ്മുടെ ആസ്ഥാന വക്കീലും മെത്രാനും VG-യും ഒക്കെ കൂടി വേണ്ട രീതിയിൽ പരിഘോഷിപ്പിച്ച് വളർത്തി കേസ് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് KSS ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിനെതിരെ ശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഈ കേസുകളെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പ്രത്യേകിച്ച് KCC എന്നെയും ഞാൻ ഓർക്കുകയാണ്. അവരും കാരണം അവരെ കൊണ്ട് സാമ്പത്തികമായിട്ട് കൂടുതൽ ശക്തി അവർക്കുണ്ട്. അവർ ശക്തനായ ഒരു അഡ്വക്കേറ്റിനെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ KSSൻ്റെ നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റുമൊക്കെ കൃത്യമായിട്ട് വാദങ്ങളൊക്കെ നടത്തി. എങ്കിലും നമ്മൾ കോട്ടയത്ത് വീണ്ടും പരാജയപ്പെട്ടു. ആ കേസ് വീണ്ടും ആരംഭിക്കുകയാണ് ജനുവരി മാസത്തോടുകൂടി. ഈ കേസ് ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമുക്കറിയാം ഒരു റോമിലേക്കുള്ള യാത്രയും ഒപ്പിടിയിലും കാര്യങ്ങളുമൊക്കെ നടന്നത്. അതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കാണുന്നതുകൊണ്ടും സമയം പോകുന്നതുകൊണ്ടും കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കിക്കൊണ്ട് പട്ടിയെ വീണ്ടും ആടാക്കാനും ആ ആടിനെ വീണ്ടും പൂച്ചയാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളെന്നല്ലാതെ ശക്തമായിട്ട് ഈ സമുദായത്തോടുള്ള കൂറും വിധേയത്വവുമുള്ള നിലപാടുള്ള നേതാക്കളില്ലാത്തതിൻ്റെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്നായിത്വമൻ എന്ന് പറയുന്ന നമ്മുടെ ഗോത്രപിതാവിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നവീകരണ സമിതി കേസിന് തോൽക്കുന്നതിന് കാരണമായ പല പോയിന്റുകളും കോടതിയിൽ പോയതോടുകൂടി മനസ്സിലായത് നമ്മുടെ രൂപതയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചകളാണ്. വീഴ്ചകൾ ഉണ്ടായിക്കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതിനെല്ലാം കുഴപ്പം സഭയുടെ നിലപാടാണ്. അങ്ങനെ സഭയുടെ നിലപാട് പറഞ്ഞുകൊണ്ടാണ് 302 സർക്കുലർ ഇറക്കിയത്. ഇന്ന് ഒരു കാര്യം വളരെ ശക്തമായിട്ട് പറയാൻ സാധിക്കും, 302 എന്ന് പറയുന്ന സർക്കുലർ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളായ ജ്ഞാനായക്കാർക്ക് നാട്ടിൽ വരുമ്പോൾ കുദാശകൾ നിർവഹിക്കുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തടസ്സവുമില്ല. എന്നാൽ ചില വൈദികർ നിർബന്ധപൂർവ്വം മിഷൻ്റെ കുറികളൊക്കെ മേടിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കഴിവില്ലായ്മ തന്നെയാണ്. നമ്മൾ ഓരോ ഇടവകയിൽ നിന്നും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചാൽ ഇവർക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം രൂപതാധ്യക്ഷന് ഫൊറോണ തലത്തിലുള്ള വികാരിമാർക്കും വൈദികർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങളിനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഇതിൽ കൂടുതൽ തലവേദന എടുക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു മേടിക്കണം. ഒരു മിഷൻ്റെയും, അത് പ്രത്യേകിച്ച് കോട്ടയം രൂപതാധ്യക്ഷൻ്റെ കീഴിലല്ലാത്ത ഒരു മിഷൻ്റെയും ലെറ്റർ ഉണ്ടെങ്കിൽ ഒന്നും കുദാശകൾ നടത്തണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾ എവിടെ പോകുന്നു ആ കഷ്ടം ക്രിസ്ത്യാനിറ്റി കാത്തു പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുമല്ലെങ്കിൽ കൂരിയായിലേക്ക് പോകാൻ പറയുന്നു. കൂരിയായിൽ മറ്റൊന്നും പറയുന്നില്ല. ഞാൻ ക്നാനായക്കാരൻ്റെ ഉഴവർ ഇടവകയിലല്ല ഏറ്റുമാൻ ഇടവകയിൽ ജനിച്ച് വീണ്ടും ക്നാനായക്കാരൻ്റെ ഇതേ ഇടവകയിൽ തന്നെ ജീവിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ വിദേശത്തേക്ക് പോയി, അമേരിക്കയിലല്ല UK-യിൽ പോയി. പക്ഷേ അവിടെയുള്ള മിഷൻ കോട്ടയം രൂപതാധ്യക്ഷൻ്റെ കീഴിലല്ലാത്തതുകൊണ്ട് അതിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു ലെറ്റർ, അത് നമുക്ക് എഴുതി കൊടുക്കുന്നൊരു തെറ്റുമില്ലല്ലോ. കാരണം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കോട്ടയം രൂപതാധ്യക്ഷന് ലോകം മുഴുവനുള്ള ജ്ഞാനായക്കയുടെ മേൽ അജപാലന അധികാരം ലഭിക്കണമെന്ന് തന്നെയാണ് KSSൻ്റെ നിലപാട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിഞ്ഞ് പറഞ്ഞ പോലെ KCC എന്ന് പറയുന്ന സംഘടനകൾ അതിനെ ഹൈജാക്ക് ചെയ്ത മെത്രാന്മാർ ഒരു തരത്തിലെ അവകാശങ്ങളും ഒരു തരത്തിലും സംരക്ഷിക്കാൻ പറ്റാതെ വന്നതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് KSS രൂപീകൃതമായത്. ബേബി സാറിൻ്റെയൊക്കെ കാലത്ത് KCC പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് ഇവരെ അടുപ്പിച്ചിരുന്നില്ല, ഒരു പ്രവർത്തികൾ ഇവിടെ അഭിപ്രായം ചോദിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് KSS ശക്തമായതിനു ശേഷം നമ്മുടെ ബാബുക്കുട്ടനും ബേബിക്കൊക്കെ നിലയായി അവരെന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ഇടവകയിലും നമ്മൾ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ബോധത്തോട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് നമ്മളെയൊന്നും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവർക്ക് നമ്മളെ ഒറ്റപ്പെടുത്താൻ സാധിക്കും, നമ്മളെ കുറ്റപ്പെടുത്താൻ സാധിക്കും, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപകീർത്തിപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ജ്ഞാനായ രക്തം സിരകളിലോടുന്ന, യഹൂദ രക്തം സിരകളിലോടുന്ന ഇന്നും ഇസ്രായേലിനെ തന്നെ കണ്ടുപിടിക്കേണ്ടവരാണ്. പ്രലോഭനങ്ങൾ ഉൾപ്പെടുകയല്ല, മറിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. കേസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും പല കേസുകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും കോട്ടയം രൂപതാധ്യക്ഷനെ പോലെ ഇതുപോലെ നിർഭാഗ്യനായ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്വന്തം മക്കൾ കേസ് കൊടുക്കേണ്ട ഗതികേട്. എന്തുകൊണ്ടാണ്? മക്കളുടെ കൂടെ നിൽക്കാനോ മക്കളെ ഒന്ന് കേൾക്കാനോ ഒന്നും തയ്യാറല്ല, മറിച്ച് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെയാണ് നമ്മുടെ നീണ്ടൂർ ഇടവാംഗമായ VG, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തന്ത്രനാണ്. ഒരേ സമയത്ത് തന്നെ CPM-നെയും ഒരേ സമയത്ത് തന്നെ BJP-നെയും അതേ സമയത്ത് തന്നെ കോൺഗ്രസിനെയും സ്വന്തം പോക്കറ്റിലിട്ടുകൊണ്ട് രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും നേർച്ചപ്പണം കോട്ടയം രൂപതയുടെ അവിശ്വസ്ത ബന്ധത്തിലൂടെ അവരുടെ കൈകളിൽ എത്തിച്ചുകൊണ്ട് ലക്ഷങ്ങളും കോഴികളും അഴിമതി കൊടുത്തിക്കൊണ്ട് ജ്ഞാനായ സമുദായത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ വേദനയോടുകൂടി തന്നെ കാണുകയാണ്. നീണ്ടൂർ എന്ന് പറയുന്ന ഇടവകയിലെ ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ കറുത്ത കരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.
അതുപോലെ തന്നെ KCC എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ബാബുക്കുട്ടൻ, ഞങ്ങളെല്ലാവരും ബാബു സാറിന് ഞാൻ വിളിക്കുള്ളായിരുന്നു. ഇപ്പം എനിക്ക് ആ സാറ് വിളിപ്പോയി, കാരണം ബഹുമാനമില്ല. അദ്ദേഹം ഒരു ഉറപ്പ് തന്നിരുന്നു, ആ ഇടവകയിലെ വൈദികനാണ് അവിടുത്തെ പ്രശ്നങ്ങളുടെ കാരണക്കാരൻ, ആ വൈദികനെ അവിടെ നിന്ന് മാറ്റണം. അദ്ദേഹം ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന എല്ലാ ഇടവകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തെ മാറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തെ മാറ്റിയില്ല എന്ന് മാത്രമല്ല, ഈ വൈദികൻ പരിശുദ്ധമായ അൾത്താരയിൽ കയറി നിന്ന് സ്വന്തം ഇടവകങ്ങളെ വെല്ലുവിളിക്കുന്ന അവസ്ഥയുണ്ടായി, ഇടവകളെ തമ്മിത്തല്ലിക്കുന്ന അവസ്ഥയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഏതൊരു ഇടവകയിലും ജനങ്ങൾ വളരെ സമാധാനം ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ കൈപ്പ ഫൊറോനയെ സംബന്ധിച്ചിടത്തോളം നിണ്ടൂർക്കാർ ഞങ്ങൾക്കൊരു അഭിമാനമായിരുന്നു. എവിടെയും നിണ്ടൂർക്കാരുടെ പേര് പറയുന്നതിൽ ഞങ്ങൾ പ്രത്യേകിച്ച് നിണ്ടൂർത്തെ പെരുന്നാളൊക്കെ കാണുമ്പോൾ അവിടുത്തെ ഐക്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഇന്നുവരെ ഒരു തല്ലൊന്നും കണ്ടിട്ടില്ലാത്തൊരു ഇടവകയാണ് നീണ്ടൂർ. അത്ര സ്നേഹത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഇടവകങ്ങളെ പരസ്പരം തമ്മിലെത്തിക്കുവാനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ബഹുമാനപ്പെട്ട VGക്ക് സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്തിന് ഈ സ്ഥാനത്ത് നിൽക്കുന്നു? പിടിച്ചു തൂങ്ങി നിൽക്കുന്നു, കടിച്ചു തൂങ്ങി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിശുദ്ധമായ പല നിലപാടുകൾ, പല ബന്ധങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിന് യാതൊരു ഭയവും ആവശ്യമില്ല. പ്രിയപ്പെട്ട ജോർജ് ചേട്ടൻ പോയതുപോലെ അദ്ദേഹത്തിന് വ്യക്തിപരമായ കേസുകൾ വന്നപ്പോൾ കോടതിയെ സമീപിച്ചു. ഞങ്ങളുമൊക്കെ പല കേസുകൾ വന്നപ്പം കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് വരെയുള്ള നമുക്കാകപ്പാടെ ഈ നവീകരണ സമിതിയുടെ മറ്റുള്ള ഈ മാറിക്കിട്ടിയ സഹോദരങ്ങൾ, അവരെ നമ്മൾ തള്ളിക്കളയുന്നില്ലല്ലോ. അവർ നമ്മളെയല്ലേ തള്ളിക്കളഞ്ഞത്? സ്വന്തം സമുദായത്തോടും സ്വന്തം വ്യതിരക്തതയോടും സ്വന്തം രക്തത്തോടും നിലയും വിലയും കാണിക്കാതെ മാറി നിന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഗതി ഉണ്ടായത്. അവരുടെ വേദനയെ നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ സമുദായം അത് 17 പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ കാർന്നവന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിച്ച് യാതൊരു കേടുകൂടം കൂടാതെ നമ്മളെ സംരക്ഷിച്ചതായതുകൊണ്ട് ഇതിനെ പിന്തുടർച്ചുകൊണ്ട് പോകുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വളരെ വേദനയോടെയാണ് ഇന്ന് അരമനയുടെ വാതിൽ അടച്ചിട്ടത് കാണുന്നത്. എന്തിനാണ്? ഇതിനു മുമ്പ് നമ്മൾ കൺവെൻഷൻ നടന്നു. ഇവിടെ കൺവെൻഷന് ശേഷം പ്രാർത്ഥിക്കാൻ നമ്മൾ അരമന പോയി. അരമന ഇവിടെയുള്ള ഒരു മൂലക്കാരൻ്റെയോ വെട്ടിക്കാരൻ്റെയോ ഒന്നും തറവാട് സ്വത്തൊന്നും ആണോ? അല്ല. എൻ്റെയും നിങ്ങളുടെയും വേർപ്പ്, നമ്മുടെ കാർന്നോന്മാരുടെ വേർപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അരമയും അനുബന്ധ സ്ഥാപനങ്ങളുമാണ്. ഇവിടെ നിന്നും കോടിക്കണക്കിന് രൂപ അവർക്ക് ഓരോ മാസം വാടക ലഭിക്കുന്നുണ്ട്. തിരട്ട് ഫീസായിട്ട് 6 കോടി രൂപയോളം കിട്ടുന്നുണ്ട്. നമ്മുടെ സമ്പത്തെടുത്ത് നമുക്കെതിരെ കേസ് കൊടുത്താലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കൺവെൻഷൻ വന്നു. പ്രകൃതി അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അരമനയിലെ അടച്ചിട്ട അകത്തരങ്ങളിൽ ചെന്ന് ഞങ്ങളുടെ മക്കൾ വെളിയിലുണ്ട് എന്ന് പറയാനുള്ള ആർജവം ഞാനും നിങ്ങളും കാണിച്ചില്ലെങ്കിൽ നാളെ ഈ സമുദായം നാശത്തിൻ്റെ വക്കിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെറ്റ് തിരുത്തപ്പെടുവാനുള്ളതാണ്, തെറ്റുകൾ ആവർത്തിക്കപ്പെടുവാനുള്ളതാണ്. അത് അച്ഛനല്ല, മെത്രനല്ല, ഏത് മാർപ്പാപ്പയാണെങ്കിലും അതിനെ തിരുത്തുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുവാൻ മറ്റൊന്നും ശേഷിക്കുകയില്ല. അവസാനത്തെ ആണിയടിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഈ പറഞ്ഞ നവീകരണ സമിതിയുടെയൊക്കെ കേസുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിന് പിന്നിൽ ഒരു ചാലക ശക്തിയായിട്ട് KSS പ്രവർത്തിക്കും. നിങ്ങളും ഒപ്പം കാണാം. സമുദായം മുഴുവൻ നിന്നുകൊണ്ട് നമുക്ക് പ്രതികൂലമായ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശക്തികളെ ശക്തമായിട്ട് നേരിട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.